ഗൈസ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു ചേട്ടൻ ഹിന്ദിക്കാരനാണ്. അപ്പോൾ എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ. അനീഷിനെ ഇവിടെ ഹിന്ദി അറിയാവും. അപ്പോൾ പുള്ളി ഹിന്ദി അറിയാമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടു. അപ്പോൾ അനീഷ് വന്നപ്പോൾ ഞാൻ അനീഷിനെ ഏൽപ്പിച്ച്. അപ്പം ബാക്കി അനീഷിനെ മനസ്സിലായാലും അവർ തമ്മിലുള്ള ഹിന്ദിയല്ല. പുള്ളി ടൈൽസിൻ്റെ പണിക്കെന്ന് പറഞ്ഞ് വന്നത് അവരെ ഗ്രാമത്തിലുള്ള ആരോ ആണ് വിളിച്ചത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവൻ എൻ്റെ പാട്ടിന് പോയി. പക്ഷേ പുള്ളിയുടെ കയ്യിൽ പൈസ ഇല്ല. പേഴ്സ് എല്ലാം അടിച്ചുകൊണ്ട് പോയെന്ന് പറയണം. ഫോണും പേഴ്സും എല്ലാം അടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചു ഫുഡ് വച്ചിരുന്നു ചോദിച്ചു. പൈസ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കില്ല. കാരണം ഇതേപോലെ കുറേ ഉടായ്പകളുണ്ട്. ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഓക്കെ ഫുഡ് വാങ്ങിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. പൈസ അത് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ പൈസ വേണമെന്ന് പറഞ്ഞു. ഫുഡ് മതി എന്ന് പറഞ്ഞു. ആഹാരത്തിന് വേണ്ടി ഒരാളുടെ മുമ്പിൽ കൈ നീട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അഭിമാനം പണയം വെച്ചിട്ടുണ്ടോ. അതായത് വേറെ നിവൃത്തിയില്ലാത്തൊരവസ്ഥ. ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ചിലരെ ചോദിക്കാൻ പഠിച്ച് പട്ടണം ചാവും. ഞാൻ സാധാരണ വിട്ടാൽ ചോദിച്ചാൽ ഞാൻ വിടാൻ പറഞ്ഞ് വിടും. എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. എന്തോ പറഞ്ഞാണ് ഞാൻ ചുമ്മാ ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് പറഞ്ഞ് നീ വന്ന് ചോദിച്ചത്. ഞാൻ വിചാരിച്ചേ ട്രെയിനിൻ്റെ സമയം വല്ലതും ചോദിക്കാരാ. എനിക്കാകെ നെഹി മാത്രമേ അറിയാവൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ കൂട്ടുകാരിപ്പം വരാം. അത് ഹിന്ദി പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. അപ്പോഴാണ് നീ വന്നപ്പോഴാണ് ആരുമില്ല. പൈസ ചോദിക്കാൻ ആരുമില്ല. അച്ഛനും അമ്മ ആരുമില്ല. കല്യാണം കഴിഞ്ഞില്ല. ബനാറസ് ഉണ്ടാവുന്നുണ്ട് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് और चाहिए